ഇത്തവണ BJP ചില വെല്ലുവിളികൾ നേരിടുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. പ്രത്യേകിച്ച് 2 മാസത്തിനിടെ 2 തവണയാണ് BJP സർക്കാർ അവിടെ താഴെ പോകാനുള്ള പ്രതിസന്ധിയൊക്കെ ഉണ്ടായത്. എന്തായാലും ഹരിയാനയിലെ വിവിധ മണ്ഡലങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത നൗഫൽ ചേരുന്നുണ്ട്. നൗഫൽ, എങ്ങനെയാണ് ഹരിയാനയിൽ BJP ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ടോ? വീണ്ടും BJPക്ക് സാധ്യത കുറവാണ് ഹരിയാനയിൽ. കാരണം വെച്ചാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ BJP വെല്ലുവിളി നേരിടുന്നൊരു സംസ്ഥാനമാണ് ഹരിയാന. കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റ് നേടിയതിൻ്റെ ഒരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പോകെ പോകെ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ പ്രചാരണ രംഗത്തും അവർ മെല്ലെ മെല്ലെ ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ അവിടെ ഏറ്റവും പ്രധാന പ്രശ്നം കർഷകരുടെ പ്രശ്നമാണ്. ഈ സ്ഥാനാർത്ഥികളെ BJP സ്ഥാനാർത്ഥികളെ കർഷകർ നേരിട്ട് അവരുടെ പ്രചരണ രംഗത്ത് തടഞ്ഞു നിർത്തി ചോദിക്കുന്ന അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും സംസ്ഥാനത്ത്, പഞ്ചാബിലുണ്ട്, അല്ലാതെ മറ്റ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം BJP സ്ഥാനാർത്ഥിയാണ്, ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥികളെ തടഞ്ഞു നിർത്തുക, എന്നിട്ട് അവരോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. നിങ്ങൾ കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്തു, മിനിമം താങ്ങുവില പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തേ പ്രഖ്യാപിക്കാത്തത് എന്ന് അവരോട് നേരിട്ട് ചോദിക്കുകയാണ്. അതിനുള്ള ധൈര്യം അവിടുത്തെ നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് BJPക്ക് തിരിച്ചിട്ടുണ്ടാകാനുള്ള സൂചന തന്നെയാണ്. അതുപോലെ തന്നെ ഈ ജാട്ട് വോട്ടുകൾ, ഏകദേശം 30% ജാട്ട് വോട്ടുകളാണ് ഹരിയാനയിലുള്ളത്. അതോടൊപ്പം കർഷക പ്രതിസന്ധി, ഈ ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെയും വലിയ പ്രശ്നമായി നിലനിൽക്കുകയാണ്. 10 സീറ്റുകളാണ് ഹരിയാനയിലുള്ളത്. എത്ര സീറ്റുകൾ വരെ BJPക്ക് നേടാമെന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. ഈ ജാട്ട് സമുദായം എന്ന് പറഞ്ഞപ്പോൾ അതൊരു കർഷക പ്രശ്നവുമായിട്ട് റിലേറ്റഡ് ആണ്. ചില മണ്ഡലങ്ങളിൽ 35% വരെ ജാട്ട് വോട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കർഷക പ്രശ്നം എത്രത്തോളം രൂക്ഷമാണോ അത്രത്തോളം BJPക്ക് തിരിച്ചടിയാണ്. കാരണം അത് അവർ വളരെ ജെന്യൂയിനായിട്ടാണ്, എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സമരം എന്നുള്ള നിൽക്കില്ല. കർഷകർ നോൺ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞത് തന്നെ ലേബൽ ചെയ്തിട്ടാണ് അവർ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ദില്ലി ചലോ മാർച്ച് 100 ദിവസത്തിലധികം പിന്നിട്ടു. ആ മാർച്ച് ഇപ്പോഴും പഞ്ചാബ് അതിർത്തിയിൽ തടഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു പഞ്ചാബിൽ നിന്ന് വന്ന മാർച്ച് ഹരിയാനയിൽ തടഞ്ഞിട്ടിരിക്കുകയാണ്. അതിനോട് ഹരിയാനയിലെ കർഷകർക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇവർ തീർച്ചയായിട്ടും ഈ ജാട്ട് സമുദായം BJPയിൽ നിന്ന് പൂർണ്ണമായി അകന്ന നിലയ്ക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ 10 സീറ്റ് എന്നുള്ളത് BJPക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. 5 സീറ്റ് ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. 5 സീറ്റുകൾ മാത്രമാണ് BJPക്ക് ലഭിക്കുന്ന എന്നുള്ളതാണ് നൗഫലിൻ്റെ വിലയിരുത്തൽ. എന്തായാലും ഈ മറ്റു വിഷയങ്ങളൊക്കെ സൂചിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളെന്ന് പറയുന്നത് അവിടെയുള്ള JJP സഖ്യത്തിൽ വിള്ളലുണ്ടാവുന്നു. അവർ 2 മാസത്തിനിടെ 2 തവണ മനോഹർലാൽ ഖട്ടാർ സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു. അദ്ദേഹത്തെ മാറ്റി നയാബ് സിംഗ് സൈനിയെ കൊണ്ടുവരുന്നു. അതിലൂടെ BJP ലക്ഷ്യം വെച്ചത് OBC-കാരനായ മുഖ്യമന്ത്രിയെ കൊണ്ടുവരുമ്പോൾ OBC വോട്ടുകൾ സ്വാധീനിക്കാമെന്നുള്ളതാണ്. അത്തരത്തിൽ ജാതി രാഷ്ട്രീയത്തിനൊക്കെ വലിയ സ്വാധീനമുള്ള ഈ സംസ്ഥാനത്ത് ആ ഒരു നീക്കം BJPക്ക് ഗുണം ചെയ്യുമോ? ആ നീക്കം BJPക്ക് തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്. കാരണം ഖട്ടാറിനെ എന്തിനാണ് ഈ അവസാനത്തെ 3-4 മാസത്തേക്ക് വേണ്ടി ഖട്ടാറിനെ എന്തിനു മാറ്റി എന്നുള്ള ചോദ്യത്തിന് സത്യത്തിൽ ഒരു ഡയറക്റ്റ് ആൻസർ പറയാൻ BJPക്ക് ഇല്ല എന്നുള്ളതാണ് അവിടെ സത്യം. അത് നായബ് സാഹിബിനെ കൊണ്ടുവന്നെങ്കിലും അത് OBC-യെ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അതുകൊണ്ടൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ ഇപ്പം BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജാട്ട് അടക്കമുള്ള അല്ലെങ്കിൽ കർഷകർ ഒന്നാകെ BJPക്ക് എതിരാകുമ്പം മറുഭാഗത്തുള്ള വോട്ട് പരമാവധി കൺസോളിഡേറ്റ് ചെയ്തിട്ട് BJPക്ക് കൊണ്ടുവരികയും അങ്ങനെ BJPക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതും ഈ കർഷകരല്ലാത്തവരുടെ മുഴുവൻ വോട്ടുകളും കൺസോളിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യത്തോട് ചേരുന്നതല്ല, അങ്ങനെ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ BJPക്ക് ഇല്ല. പ്രത്യേകിച്ചും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണവും കൂടി ഇന്ത്യ മുന്നണിക്കുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് കുരുക്ഷേത്ര മണ്ഡലം മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അവിടെയും നല്ല പ്രവർത്തനമാണ് നടക്കുന്നത്. പഞ്ചാബിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇതിനെ മറികടക്കാനുള്ള പ്രശ്നങ്ങൾ മറികടക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾ വേണ്ടത്ര വിലപ്പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. എത്തരത്തിലാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട്, അതായത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചാണ് നൗഫൽ. അപ്പോൾ എത്തരത്തിലാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതീക്ഷ? കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന് വേണ്ടത്ര സംഘടനാ സംവിധാനം അവിടെ ഇല്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഹരിയാനയിൽ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം. അവിടെ ഹൂഡയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ളത്. പക്ഷേ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ജനപിന്തുണ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം. കോൺഗ്രസിന് സംഘടനാ സംവിധാനം ഇല്ലെങ്കിൽ തന്നെയും
ഈ ഭരണവിരുദ്ധ വികാരവും കർഷകരുടെ പ്രക്ഷോഭവും ഒക്കെ കൂടി കോൺഗ്രസിന് ഗുണം ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. സംഘടനാ സംവിധാനം വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ കോൺഗ്രസ് ജയിക്കാനുള്ള ഒരു സാധ്യതയില്ല, അത് ബി ജെ പിക്കാണുള്ളത്. അപ്പോൾ ഇന്ത്യ മുന്നണി 5 സീറ്റുകൾ നേടുമെന്നാണ് പ്രതീക്ഷ. എക്സിറ്റ് പോളുകളുടെ പ്രതീക്ഷയും അതുതന്നെയാവാം. 5 സീറ്റ് എന്തായാലും ഇന്ത്യ മുന്നണിക്ക് അവിടെ കിട്ടാനുള്ള സാധ്യതയാണ്. കാരണം പഞ്ചാബിൽ നിന്നുള്ള കാറ്റ് നന്നായി അങ്ങോട്ട് വീശുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. പ്രത്യേകിച്ച് നൗഫൽ സൂചിപ്പിച്ച പോലെ കർഷക പ്രശ്നങ്ങളും ജാട്ട് സമുദായത്തിൻ്റെ പ്രശ്നങ്ങളും ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങളൊക്കെയും വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. കാത്തിരുന്ന് കാണാം. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.